പുരാതന കേരളത്തിൻ്റെ സാംസ്കാരിക ഉത്സവമായിരുന്നു പിന്നീട് മാമാങ്കമായി മാറിയ മാഘമക ഉത്സവം. 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ ഭാരതപ്പുഴയോരത്ത് നടന്നിരുന്ന കുംഭമേളയ്ക്ക് സമാനമായിരുന്നു ഉത്സവം നടന്നിരുന്നത്. ഭാരതപ്പുഴയ്ക്കൊപ്പം നിറഞ്ഞൊഴുകിയ സാംസ്കാരിക പൈതൃകമായിരുന്നു തിരുനാവായയുടേത്. പൗരാണിക കേരളത്തിൻ്റെ ആത്മീയ സാംസ്കാരിക വാണിജ്യ ഉത്സവമായിരുന്ന മാഘമക ഉത്സവം നടന്നിരുന്നത് ഈ മണ്ണിലാണ്. ചേരമാൻ പെരുമാൾമാരുടെ കാലഘട്ടത്തോളം പഴക്കം ഈ ഉത്സവത്തിന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഉത്സവത്തിൻ്റെ നേതൃത്വം വള്ളുവക്കോനാതിരിക്ക് ലഭിച്ചു. എന്നാൽ വള്ളുവക്കോനാതിരിയെ സാമൂതിരി പരാജയപ്പെടുത്തിയതോടെ അധികാര മത്സരമായി മാറിയ ഈ ഉത്സവത്തിൻ്റെ അധികാരം സാമൂതിരിയുടെ കൈകളിലെത്തി. 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന മഹാമാഘ ഉത്സവത്തിനായി ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് സന്യാസി സമൂഹം തിരുനാവായയിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് എത്തിയിരുന്നു. വ്യാഴം ചിങ്ങരാശിയിൽ നിൽക്കുന്ന വേളയിലാണ് മാമാങ്കം നടന്നിരുന്നത്. ഈ സമയത്ത് ഗംഗാദേവി ഭാരതപ്പുഴയിൽ എത്തുമെന്നാണ് വിശ്വാസം. അതിനാൽ ഇവിടെ നടന്നിരുന്ന കുംഭസ്നാനത്തിനായി വിശ്വാസികൾ ഒഴുകിയെത്തിയിരുന്നു. കുംഭമേള സമയത്ത് ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. മാമാങ്കത്തിൻ്റെ ആത്മീയ വശത്തിനപ്പുറം അതൊരു വാണിജ്യോത്സവം കൂടിയായിരുന്നു. ഭാരതത്തിൽ നിന്നു മാത്രമല്ല വിദേശത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വലിയൊരു വിപണനമേള കൂടിയായിരുന്നു മാമാങ്ക സമയം. വിദൂര ദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും ശേഖരിക്കുന്നതിനുമായി തിരുനാവായയിൽ എത്തിയിരുന്നു. പുരാതന തുറമുഖമായ പൊന്നാനി വഴി അറബികൾ ഉൾപ്പെടെയുള്ളവർ മാമാങ്കത്തിന് തിരുനാവായയിലെത്തി. 1755 അവസാനമായി കുംഭമേള നടന്നത്. നൂറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും കുംഭമേള അരങ്ങേറുമ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക പുനരുജ്ജീവനത്തിനാണ് തിരുനാവായ സാക്ഷ്യം വഹിക്കുന്നത്. ടി കെ അരവിന്ദൻ, അമൃത ന്യൂസ്, മലപ്പുറം.